ആരെയാ നമ്മൾ ഫാഷിസ്റ്റ് എന്ന് വിളിക്കുന്നത്? അതെല്ലാവർക്കും അറിയാമല്ലോ. ആണോ? എന്നാൽ ഇതൊന്ന് കണ്ടു നോക്കൂ. ബംഗാളിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആദ്യം കോൺഗ്രസിൻ്റെ ഒരു കാലഘട്ടം, സിദ്ധാർത്ഥ് ശങ്കറെ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സഖാക്കളുടെ ചോര ഒരുപാട് വീണ ഒരു ഘട്ടമായിരുന്നു. അതിനുശേഷം നീണ്ട 34 വർഷം LDFിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണം വരും. അപ്പോൾ അതിന് മുമ്പ് നടന്ന എന്താണോ ഏതാണ്ട് അതിൻ്റെ ഒരു തനി ആവർത്തനം ഒരു പരിധി വരെയെങ്കിലും നടന്നു. അതിൽ നിന്ന് സഹിയിട്ടിട്ടാണ് മമതയിലേക്ക് ജനം മാറുന്നത്. പശ്ചിമ ബംഗാളിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും വയലൻസ് അവിടെ മുഖ്യ ഘടകമാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യം മുതൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ BJP ചിത്രത്തിലേക്ക് വരുന്ന ഒരുപക്ഷെ BJP അധികാരം പിടിച്ചേക്കും എന്നുള്ള ചർച്ചകളിലേക്കൊക്കെ വരുമ്പോൾ അപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചത് തീർച്ചയായും ഇതിൻ്റെ അകമ്പടിയായി വയലൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. തീർച്ചയായും ബംഗാളിൽ നിന്ന് ആ വയലൻസിൻ്റെ ദൃശ്യങ്ങളാണ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില വിലയിരുത്തലുകളും മാധ്യമ റിപ്പോർട്ടുകളും ഒക്കെ പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച അത്രയും വയലൻസ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി അതിനകത്ത് വേറൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്താണ് അവിടുത്തെ ഈ വയലൻസിനെ കുറിച്ചൊക്കെ. എന്താണ് തൃണമൂൽ കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ 550 പാർട്ടി ഓഫീസുകൾ CPIM തിരിച്ചുപിടിച്ചു. 550 പാർട്ടി ഓഫീസുകൾ. അതായത് കഴിഞ്ഞ 10-15 വർഷമായി തൃണമൂൽ കോൺഗ്രസ് കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ പൂട്ടിട്ട് CPMകാരെ പുറത്താക്കുകയോ ചെയ്ത 550 പാർട്ടി ഓഫീസുകൾ തിരിച്ചു പിടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ സംസ്ഥാനത്തെ അവസ്ഥ എന്ന് ആലോചിക്കുക. ഒരു സംസ്ഥാനത്ത് 550, കേരളത്തിലൊക്കെ പാർട്ടി ഓഫീസുകളുടെ എണ്ണം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കേരളത്തിലൊരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോറ്റു, ഉടനെ തോറ്റ പാർട്ടിയുടെ 550 പാർട്ടി ഓഫീസുകൾ തിരിച്ചു ഈ ഭരിക്കുന്ന പാർട്ടി പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടോ? അങ്ങനെയില്ലല്ലോ. അപ്പോൾ ആ 550 പാർട്ടി ഓഫീസുകൾ തിരിച്ചു പിടിച്ചു. 200-നും 400-നും ഇടയ്ക്ക് കേസുകൾ, ഇത്തരത്തിലുള്ള കേസുകൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസുകളുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊരു കൂട്ടക്കുഴപ്പത്തിൽ ചെന്നുപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഓരോ കാലത്തും ഈ രാജഭരണകാലത്തൊക്കെ ഓരോ ഡൈനാസ്റ്റി മാറി അടുത്തതിലേക്ക് വരുമ്പോൾ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഓരോ കാലഘട്ടത്തിനും അതിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ സംഘർഷങ്ങളാണ് പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അതിപ്പോൾ 60-കളിൽ തുടങ്ങി അതിനുശേഷം 70-കളുടെ തുടക്കത്തിൽ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ വരവിൻ്റെ സമയത്തൊക്കെ തന്നെ തെരുവിൽ സംഘർഷമുണ്ട് എന്നുള്ളതാണ് സത്യം. ആ സമയത്തൊക്കെ മറ്റൊരു തരത്തിലാണ് കാര്യങ്ങൾ. ഈ പറഞ്ഞതുപോലെ നക്സലൈറ്റുകളുടെ ആക്രമണവും പ്രശ്നങ്ങളും ഒക്കെ ഈ വർഗ്ഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്ന മട്ടിലും പോലീസുകാരെയും ലാൻഡ് ലോഡ്സിനെയും ഒക്കെ കൊല്ലുക എന്നുള്ളതൊക്കെയാണ് കൂടുതൽ നിലനിന്നെങ്കിൽ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും ആ സമയത്ത് പശ്ചിമ ബംഗാളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണെന്നറിയോ? ഇത് പശ്ചിമ ബംഗാളിൻ്റെ ചരിത്രം. നമ്മളിപ്പോൾ പറയുന്നില്ലേ ഇത് പശ്ചിമ ബംഗാളിൻ്റെ ഒരു ചരിത്രമുണ്ട്. അപ്പോഴും ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇത് വിഭജന കാലത്തോളം പഴക്കമുള്ള അല്ലെങ്കിൽ അതിനു മുമ്പ് പഴക്കമുള്ള ഒരു ചരിത്രം അങ്ങനെ കടപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ വയലൻസ് ഇതിൻ്റെ ഭാഗമാണ്, രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷം പിന്നീട് CPIM അധികാരത്തിലേക്ക് വന്നു. അതിന് മുമ്പ് തന്നെ സിദ്ധാർത്ഥ ശങ്കറയുടെ ഒരു കാലത്തെക്കുറിച്ച് തന്നെ ഇവർ ഈ പറയുന്ന എല്ലാ കാലത്തും CPIM ആരോപിക്കുന്നത് അത്രമേൽ CPIM ആക്രമിക്കപ്പെട്ട ഒരു കാലമില്ലായിരുന്നു സിദ്ധാർത്ഥ ശങ്കറയുടെ ഭരണകാലത്തെ പോലെ എന്നാണ് പറയുന്നത്. അതിനുശേഷം CPIM വരുമ്പോൾ അങ്ങനെ തന്നെയാണ് കോൺഗ്രസിനെ അടിച്ചമർത്തിക്കൊണ്ടാണ് CPIM വരുന്നത്. അവിടെ പ്രാദേശിക തലത്തിലുള്ള വയലൻസ് ആ ഘട്ടത്തിലുമുണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. അതിനുശേഷം തൃണമൂൽ വരുമ്പോൾ അതിൻ്റെ ഒരു ഘടന ഈ പറയുന്ന ആദ്യഘട്ടത്തിൽ ലെഫ്റ്റിൻ്റെ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട ഒരുതരം വയലൻസ് അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണെങ്കിൽ അതിനുശേഷം ഈ തൃണമൂൽ കോൺഗ്രസ് വരുമ്പോഴത്തേക്കും അത് വളരെ സ്ട്രക്ചറലായി എക്കണോമിക്കലായി വേറൊരു തരത്തിൽ മാറി. കാരണം താഴെത്തട്ടിലേക്ക് സ്പോർട്സ് ക്ലബ്ബുകൾ, ഈ മറ്റേ CPIM ഒരു സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ താഴെത്തട്ടിലേക്ക് സ്പോർട്സ് ക്ലബ്ബുകളാണ് തൃണമൂൽ കോൺഗ്രസ് കൊണ്ടുവന്നത്. ആ സ്പോർട്സ് ക്ലബ്ബുകളിലൂടെയാണ് ഒരു ഗുണ്ടാ സംഘത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക. എപ്പോഴും പൊളിറ്റിക്സിൻ്റെ ഭാഗമായി ഈ ക്രിമിനൽ സംഘവും ഉണ്ട് എന്നുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ വയലൻസും ഉണ്ട് എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നു. അപ്പോൾ ഒരു അധികാരം നഷ്ടപ്പെട്ടാൽ പ്രതികാരം എന്നതുകൂടിയാണ്. ഒരു സർക്കാരിൻ്റെ അധികാരം നഷ്ടപ്പെടുന്നതോടുകൂടി അധികാരത്തിലേറുന്ന സർക്കാർ മറ്റവർക്ക് നേരെ കടുത്ത പ്രതികാര നടപടികൾ അങ്ങ് ആരംഭിക്കുകയാണ്. ഭരണം ആരംഭിക്കുന്നതിന് മുമ്പ് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പ്രതികാര നടപടികളിലേക്ക് പോകുന്നു. അത് പാർട്ടി ഓഫീസ്, ഇപ്പോൾ കേരളത്തിൽ ചിന്തിക്കാൻ പറ്റും ഇത്രയധികം പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുക്കുക എന്നൊക്കെയുള്ള ഒരു പരിപാടി. അത് ഏത് കാലത്ത് ഒരു കാലത്തും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള പാർട്ടി ഓഫീസുകൾ ഇപ്പോൾ തൃണമൂൽ വരുമ്പോഴത്തേക്ക് CPIMൻ്റെ ഓഫീസുകളെല്ലാം പിടിച്ചെടുക്കുകയാണ്, ഇല്ലാത്തത് കത്തിച്ച് കളയുകയാണ്, നേതാക്കന്മാരെ തല്ലിക്കൊല്ലുകയാണ്. അതായത് ഇപ്പോഴത്തെ പോലെയല്ല. ആ തൃണമൂലിൻ്റെ വരവ് എന്ന് പറയുമ്പോൾ അന്ന് ഇതിനേക്കാളേറെ ആളുകൾ കൊല്ലപ്പെട്ടു, CPIM പ്രവർത്തകർ കൊല്ലപ്പെട്ടു, രൂക്ഷമായ ആക്രമണം ഉണ്ടായത്. ആ നിലയ്ക്ക് നോക്കിയാൽ താരതമ്യേന വയലൻസ് കുറവാണ് ഇത്തവണ. ഇപ്പോൾ ഈ അഭിഷേക് ബാനർജിയുടെ ദൃശ്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. കല്യാൺ ബാനർജി അടികൊണ്ട് കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അഭിഷേക് ബാനർജിയെ തല്ലിയത് BJPക്കാരാണെന്നാണ് നമ്മളടക്കം എല്ലാവരും വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, തൃണമൂൽ കോൺഗ്രസ്സുകാർ തന്നെയാണ് അഭിഷേക് ബാനർജിയെ മൊട്ടയെറിഞ്ഞത് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പാനന്തര വയലൻസ് എന്നത്, അതായത് അധികാരത്തിലിരുന്ന പാർട്ടിയുടെ ആ ഒരു വല്ലാത്ത വയലൻസ് എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞു എന്നുള്ളതാണ് സത്യം. പശ്ചിമ ബംഗാളിൽ അത്തരത്തിലുള്ള വയലൻസ് കുറഞ്ഞ് ഇപ്പോൾ കുറേ കൂടി ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. സോഷ്യൽ മീഡിയ ഉണ്ട്, മൊബൈൽ ഫോണുകളുണ്ട്. ഇതൊക്കെ കൊണ്ട് കുറേ കൂടി വേഗത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ആണ് നമുക്ക് അവിടെ വലിയ വയലൻസ് നടക്കുന്ന പോലെ തോന്നുന്നത്. ഇതിൻ്റെ 10 ഇരട്ടി വയലൻസാണ് മുമ്പ് ഓരോ ഭരണമാറ്റ കാലത്തും അവിടെ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതും അതേസമയം നമ്മൾ ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞില്ലേ, താഴെ തട്ടിൽ വളരെ സ്ട്രക്ചറലായിട്ടുള്ള ഒരു വയലൻസ് നടപ്പാക്കാൻ വേണ്ട ഒരു സംവിധാനത്തെ കൊണ്ടുവരിക എന്നുള്ളത് നേരത്തെ തൃണമൂൽ കോൺഗ്രസും ചെയ്തിരുന്നു. അതാണ് ഈ പറയുന്ന സ്പോർട്സ് ക്ലബ്ബുകൾ എന്ന് പറയുന്നത്. അവിടെ സ്പോർട്സും കുന്തോന്നുമല്ല പല ക്ലബ്ബുകളിലും നടന്നുകൊണ്ടിരുന്നത്. അവിടെ അവർക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് ഒരുമിച്ച് ഒത്തുചേരാനുള്ള സ്ഥലം, വയലൻസ് നടപ്പാക്കാനുള്ള ശ്രമം, പ്രാദേശികമായി വരുന്ന ഫണ്ടുകൾ വിനിയോഗിക്കാനുള്ള ഒരു സംവിധാനം. പക്ഷേ ഇവിടെ വേറൊരു കുഴപ്പമുണ്ട്. അതെന്താണ്? BJP വളരെ ഘടനാപരമായി ശക്തി ആർജിച്ചുകൊണ്ടാണ് ഇത് അവിടെ വളർന്നിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ
അതായത് 2011 800 ചില ശാഖകളെ അവിടെയുള്ളൂ. അത് ഏതാണ്ട് 3000-ലേറെ ശാഖകളിലേക്ക് RSS ശാഖകൾ ഈ 2011 ശേഷമുള്ള കാലയളവ് കൊണ്ട് പശ്ചിമബംഗാളിൽ വളർന്നു എന്നുള്ളതാണ്. അത് വളരെ ആസൂത്രിതമായ വാർത്തയാണ്. ഒരു ഗ്രാമത്തിലൊരു ശാഖ എന്നുള്ളത് അവർ ഉറപ്പാക്കിയിട്ടുണ്ട്. സമ്പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഒരു ചുക്കാൻ പിടിച്ചത് ആ സംവിധാനമാണ്. അതങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്പോർട്സ് ക്ലബ്ബ് തകരുന്നത് പോലെ RSSൻ്റെ ശാഖ തകരില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് രണ്ടാമത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന തരം ഒരു വയലൻസ് ആയിരിക്കില്ല അവിടെ നടക്കുക. ഒരുപക്ഷെ കാരണം ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആളെ അടർത്താൻ BJPക്ക് കഴിഞ്ഞേക്കുമെന്ന് തന്നെയാണ് ഞാനിപ്പോൾ കരുതുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു തകർച്ചയാണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ രൂപപ്പെടുന്ന വാക്വത്തിൽ ചിലർ വിലയിരുത്തുന്നുണ്ട് CPM വളരുമെന്നൊക്കെ. അത് എത്രത്തോളം സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. അത് എനിക്ക് തോന്നുന്നത് തൃണമൂൽ കോൺഗ്രസ് ഏതാണ്ട് പൂർണ്ണമായി CPMൻ്റെ ഓഫീസുകളൊക്കെ കയ്യേറിയ പ്രദേശങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ CPMന് അവരുടെ ഓഫീസുകൾ തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. 15 വർഷം ഈ അധികാരത്തിലില്ലാതിരുന്ന CPMനെതിരെ കൂടുതൽ കേസും കളിയുമായിട്ട് തൽക്കാലം ഒരു പുതിയ ഭരണകൂടത്തിന് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ പിടിക്കുന്ന ആരെയൊക്കെയാണ്? അഴിമതി, വിദ്വേഷ പ്രസംഗങ്ങൾ, ഇങ്ങനെയൊക്കെ ഇലക്ഷൻ വയലൻസ്, ഇതിൻ്റെയൊക്കെ പേരിൽ പിടിക്കുന്നത് തൃണമൂലിനെയാണ്. അത് ചെയ്യാനുള്ള സ്കോപ്പ് CPMന് കഴിഞ്ഞ 15 വർഷം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് പ്രവർത്തിക്കാൻ, അതായത് സ്വതന്ത്രമായി കുറച്ച് പ്രവർത്തിക്കാവുന്ന ഒരു പാങ്ങ് അതിപ്പോൾ അവിടുത്തെ CPIMനുണ്ട്. അതുകൊണ്ട് പ്രാദേശികമായി അവരിപ്പോൾ ഓഫീസ് പിടിച്ചെടുത്തതുപോലെ കുറച്ച് വളർന്നേക്കാം.